കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിനെ തുടർന്ന് സംഭവ ബഹുലമായ കാര്യങ്ങളാണ് മലയാള സിനിമാ മേഖലയിൽ അരങ്ങേറിയത്. ഇടവേള ബാബു, സംവിധായകൻ രഞ്ജിത്ത്, ജയസൂര്യ, റിയാസ് ഖാൻ, മുകേഷ് തുടങ്ങിയ പ്രമുഖർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. എന്നാൽ നടൻ സിദ്ദിഖിനെതിരായി ഗുരുതര ആരോപണമുയർന്ന പശ്ചാത്തലത്തിൽ സിദ്ദിഖിനെതിരെ പോലീസ് കേസെടുക്കുകയും തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സിദ്ദിഖ്. എന്നാൽ ഇതുവരെയും പോലീസിന് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം. ബലാത്സംഗ കേസിലെ പ്രതിയായ നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പോലീസിനെ വിമർശിച്ച് ഇപ്പോൾ CPI രംഗത്ത് വന്നിരിക്കുകയാണ്. കടുത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട പ്രതിയെ പിടികൂടുന്നതിൽ അന്വേഷണ സംഘത്തിന് അമാന്തമുണ്ടായോ എന്ന സംശയമുണ്ടെന്നാണ് CPIയുടെ മുഖപത്രമായ ജനയുഗത്തിലെ മുഖപ്രസംഗത്തിൽ വിമർശിച്ചിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെ സ്വീകരിച്ചതുപോലുള്ള ജാഗ്രത സിദ്ദിഖിന്റെ കാര്യത്തിൽ പോലീസിനുണ്ടായോ എന്ന് സംശയിക്കുന്നവരെ എങ്ങനെ കുറ്റപ്പെടുത്തുമെന്നും മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നു. PV അൻവറിന്റെ തുറന്നുപറച്ചിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാനത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലും തൃശൂർ പൂരം, കലക്കൽ തുടങ്ങിയ വിഷയങ്ങളിലെ എതിർപ്പിനിടയിലുമാണ് CPM മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസിനെതിരെ CPIയുടെ ഈ വിമർശനം. നടനും MLAയുമായ മുകേഷിനെയും ഇടവേള ബാബുവിനെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. കോടതികൾ മുൻകൂർ ജാമ്യം അനുവദിച്ചതുകൊണ്ടാണ് ഇവരെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചത്. എന്നാൽ സിദ്ദിഖിന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിട്ടും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരത്തെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നാണ് സിദ്ദിഖിനെതിരെയുള്ള പരാതി. ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ, അപമാനിക്കൽ തുടങ്ങിയ കടുത്ത കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട പ്രതിയെ ഇനിയും പിടികൂടുവാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. നേരത്തെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ആലുവയിലെ വീട്ടുപടിക്കൽ തന്നെ പോലീസ് ഉണ്ടായിരുന്നു. ജാമ്യാപേക്ഷ തള്ളുന്ന സ്ഥിതിയുണ്ടായാൽ അറസ്റ്റ് ചെയ്യാനായിരുന്നു ഈ നടപടി. എന്നാൽ സിദ്ദിഖിന്റെ കാര്യത്തിൽ പോലീസിന് ഇത്തരത്തിലൊരു ജാഗ്രത പുലർത്താനായില്ല. അതിനാൽ സിദ്ദിഖിന്റെ കാര്യത്തിൽ പോലീസിന് ഇത്തരത്തിലൊരു ജാഗ്രത ഉണ്ടായോ എന്ന് സംശയിക്കുന്നവരെ എങ്ങനെ കുറ്റപ്പെടുത്തുമെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. സിദ്ദിഖ് ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ ഇപ്പോൾ സമീപിച്ചിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരും പരാതിക്കാരിയും തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിജീവിതർക്ക് നീതി ലഭിക്കാൻ നിയമ നടപടികൾ ശക്തമാക്കുകയും അന്വേഷണ സംഘം ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് പ്രത്യാശിക്കാമെന്നും CPIയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നു. ഇതാദ്യമായല്ല പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസിനെ CPI വിമർശിക്കുന്നത്. ഇനിയും സിദ്ദിഖിനെതിരെയുള്ള നടപടി വൈകിയാൽ വീണ്ടും വിമർശനങ്ങൾ ഉയരുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ നടപടി കടുപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് പോലീസും സർക്കാരും.